ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സേവ്യർ. ഇന്നത്തെ വീഡിയോയിൽ വായ്പുണ്ണ്, അതുപോലെ വായ്ക്കകത്ത് തൊലി പോവുക, ചുണ്ടിൽ നിന്നും സ്കിൻ ഇങ്ങനെ പീൽ ചെയ്ത് പോവുക, ഇത്തരം രോഗാവസ്ഥയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പൊടിക്കൈയാണ് ഇന്ന് നിർദ്ദേശിക്കുന്നത്. വായ്പുണ്ണുണ്ടാകുന്നതിനും വായിലുണ്ടാകുന്ന കുരുക്കൾക്കും പ്രധാന കാരണം രാത്രികാലങ്ങളിൽ മധുരം കഴിക്കുക, അല്ലെങ്കിൽ മധുരം അമിതമായിട്ട് ഉപയോഗിക്കുക, വയറ്റിൽ വിരശല്യം ഉണ്ടായിരിക്കുക. ഇത്തരക്കാർ പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ മധുരം കഴിച്ചിട്ട് നന്നായി ബ്രഷ് ചെയ്ത് കിടക്കാത്തതുകൊണ്ടും ഇത് ഉണ്ടാവുന്നതാണ്. ഇത്തരം രോഗാവസ്ഥയിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു പൊടിക്കൈ നിർദ്ദേശിക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ പാച്ചോറ്റിത്തൊലി, അതുപോലെ കടുക്കത്തോട്, നെല്ലിക്കത്തോട്, താനിക്കത്തോട്. ഇത് അങ്ങാടി മരുന്ന് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇവയെല്ലാം തന്നെ സമമായി എടുത്ത് ഒരു പിടി, എല്ലാം കൂടെ ചേർത്ത് ഒരു പിടി എടുക്കുക. ഇത് ഒരു മൺകലത്തിലിട്ടിട്ട് അതിലേക്ക് ഒരു പിടി മരുന്ന്, ഈ 4 കൂട്ടം സമമായി എടുത്തത് ഒരു പിടി ഒരു മൺകലത്തിലിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഒരു ഈർക്കിലി കൊണ്ടോ മരവടി കൊണ്ടോ വെച്ച് ആ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷമുള്ള അളവ് അവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ. എന്നിട്ട് 3 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ചെറുതീകരിച്ച് തിളപ്പിച്ച് വറ്റിച്ച് ഈ 1 ഗ്ലാസ് അളവാക്കുക. ഈ വടിയിൽ അല്ലെങ്കിൽ ഈർക്കിലിയിൽ നമ്മൾ മാർക്ക് എടുത്തത് അത് വീണ്ടും വെച്ച് നോക്കുമ്പോൾ ആ ആദ്യം മാർക്ക് ഇട്ട അത്രയും അളവാകുമ്പോൾ 1 ഗ്ലാസ് വെള്ളമായി. മനസ്സിലായില്ലേ? അതായത് ഒരു പിടി മരുന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏകദേശം 50 ഗ്രാം, ഒരു 30 ഗ്രാമെങ്കിലും ഉണ്ടാവും. ഓക്കെ. ഇതിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വറ്റിച്ച് 1 ഗ്ലാസ് ആയിട്ട്, അത് 4-1 വറ്റിക്കുന്നു. അതിനുശേഷം ആ ചണ്ടി പിഴിഞ്ഞ് കളഞ്ഞിട്ട് ആ കഷായം പകുതി വീതം 1 ഗ്ലാസ് വെള്ളം, 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1 പിടി കഷായം മരുന്ന് തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കി 1 ഗ്ലാസ് അളവാക്കിയത് പിഴിഞ്ഞെടുത്ത് ചണ്ടി പിഴിഞ്ഞ് കളഞ്ഞിട്ട് ആ കഷായം പകുതി വീതം കാലത്തും രാത്രിയും ഭക്ഷണത്തിന് മുൻപ് നിത്യേന ശീലിച്ചാൽ വായ്പുണ്ണുണ്ടാകുന്നതും വായ്ക്കകത്ത് കുരുക്കൾ വരുന്നതും ചുണ്ടില് തൊലി പോവുക, അല്ലെങ്കിൽ വായ്ക്കകത്ത് നാക്കിലൊക്കെ തൊലി പോകുന്ന അവസ്ഥയ്ക്ക് ശമനം ലഭിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഈ മരുന്നുകൾ തന്നെ 1 കപ്പ് വെള്ളത്തിൽ 1 പിടി മരുന്നിട്ട് തിളപ്പിക്കുക. നന്നായി തിളപ്പിച്ച് അരിച്ചതിന് ശേഷം അരിച്ചെടുത്ത് തണുത്തതിന് ശേഷം അല്പം തേനും ചേർത്ത് കാലത്തും വൈകിട്ടും 5 മിനിറ്റ് വീതം കവിൾ കൊള്ളുന്നതും നല്ലതാണ്. ഇത്തരം ലക്ഷണങ്ങൾ ഇല്ലാതാവുന്നതിന് സഹായകമാകുന്നു. ഇത്തരം ആയുർവേദ അറിവുകൾ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. ഷെയർ ചെയ്യുന്നതിന് മുമ്പായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.